കൈമാറുള്ളൂ. മജിസ്ട്രേറ്റ് നീസ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2009 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും കേട്ട് കാണുമായിരിക്കുമല്ലോ, തിരുവനന്തപുരം കഠിനംകുളത്തെ ആതിര കൊലക്കേസ് പ്രതി കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഈ വാർത്ത വന്ന സമയത്ത് തന്നെ നമ്മളുടെ ഫ്രണ്ട്സൊക്കെ നമ്മളോട് വെച്ച് പറഞ്ഞിരുന്നു, ഈ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്നില്ല എന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യാതിരുന്നത്. ആ സമയത്ത് ആദ്യമൊക്കെ നമ്മുടെ തിരുമേനിയെ കുറിച്ച് ഓരോരുത്തരൊക്കെ എന്ത് വേണമെങ്കിലും ആളുകൾക്ക് ബഹുജനം പലവിധം എന്ന് പറയുന്നത് പോലെ നമ്മുടെ പാവം തിരുമേനിയെ കുറിച്ചൊക്കെ ഓരോരുത്തർ പറഞ്ഞു, ഭാര്യയെ അവിഹിതം കണ്ടെത്തിയതുകൊണ്ട് തിരുമേനി തന്നെ കഴുത്തറുത്ത് കൊന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തിനാണ് അഭ്യൂഹങ്ങൾ പറയുന്നത് എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു സംഭവത്തിനെ റിയാക്ഷനിലെടുക്കുക ചെയ്യാതിരുന്നത്. ഇപ്പം നമ്മുടെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജോൺസൺ ഔസേഫ് എന്ന് പറയുന്ന വ്യക്തിയാണ്. നിർഭാഗ്യവശാൽ എന്താണെന്ന് അറിയാമോ, ഈ പ്രതി കൊല്ലക്കാരനാണ്. കൊല്ലക്കാർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനൊരു കൊല്ലക്കാരിയാണ്, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഇയാൾ പക്ഷെ ഇപ്പം താമസിക്കുന്നത് എറണാകുളത്താണ്. ഇയാളുടെ മാരേജ് എറണാകുളത്തു നിന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ വൈഫൊന്നും ഇല്ല കേട്ടോ, 3 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ നമുക്ക് നോക്കാം. അപ്പം ഈ മരണത്തിനെ കുറിച്ചൊക്കെ നല്ലതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻസും വിവരങ്ങളും എല്ലാം നിങ്ങൾ ഓരോ ദിവസവും നമ്മുടെ സോഷ്യൽ മീഡിയ വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ്. 21-ാം തീയതിയാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നത്. ഇത്രയും ദിവസം കഴിഞ്ഞു. പോലീസുകാർ ഒരുപാട് പരിശ്രമത്തിലൂടെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഇയാളുടെ ക്യാരക്ടറിലേക്ക് ചെന്ന് ആതിര എങ്ങനെ അകപ്പെട്ടു എന്നുള്ളത് വലിയൊരു വിഷമമുള്ളൊരവസ്ഥയാണ്. കാര്യം തന്നെ വളരെയധികം സ്നേഹിക്കുന്നൊരു ഭർത്താവും നല്ല ഓമനത്തുള്ളൊരു കുഞ്ഞും 7 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞും എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും കൊടുത്ത് ഭർത്താവ് കൂടെ നിൽക്കുന്നൊരു ഭർത്താവ് നമ്മുടെ തിരുമേനി വളരെയധികം സന്തുഷ്ടമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ലൈഫിലേക്ക് എങ്ങനെയാണ് ഈ ഒരു കാർക്കോടകൻ വന്ന് പെട്ടത് എന്നതൊരു അത്ഭുതകരമാണ്. ഇതിന് വില്ലനായിരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസാണ്. ഇവർ രണ്ടാളും ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യുന്ന വ്യക്തികളാണ്. ആദ്യം അവരുടെ റീൽസ് കണ്ട് ലൈക്ക് ചെയ്ത് നമ്മൾ മെസ്സേജ് ചെയ്തില്ലോ, കൊള്ളാം സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്ത്, ആതിര നിൻ്റെ റീൽസ് ഇങ്ങനെ ചെയ്തിരുന്നാൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു, നീ ഇങ്ങനെ ചെയ്ത്, അങ്ങനെ ആദ്യം സജഷൻസ് പറഞ്ഞ് എന്തായി മാറി, ഫ്രണ്ട്സായി മാറി. ഫ്രണ്ട്ഷിപ്പ് അവസാനം എന്തിലേക്ക് മാറി, ഒരു അവിഹിത ബന്ധത്തിലേക്ക് കൈമാറി. ഈ അവിഹിത ബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള റിലേഷൻ ഇവർ തമ്മിലുണ്ടായിരുന്നു എന്നത് പാവം തിരുമേനി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. പലതവണ ആ വീട്ടിൽ വന്നു പോയൊരു വ്യക്തിയാണ് ഇദ്ദേഹമെന്ന് അറിയാതെ പോയത് ഒരു നിർഭാഗ്യമാണല്ലേ. കൃത്യമായിട്ട് എല്ലാ ദിവസവും 4 മണിക്ക് തൻ്റെ ഭർത്താവ് ക്ഷേത്രത്തിലേക്ക് പോകുമെന്നും തിരിച്ച് 12 മണിക്ക് വരുത്തുള്ളൂ എന്ന് കൃത്യമായി അറിയാവുന്ന ആതിര ആ സമയം ഉപയോഗിച്ച് തൻ്റെ കാമുകനെ വീട്ടിൽ വരുത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആതിര ഇത് സ്വയം വിളിച്ചു വരുത്തി മരണം സ്വീകരിച്ചതാണല്ലേ. വഴിവിട്ട ബന്ധങ്ങൾ എപ്പോഴും ഇങ്ങനൊരു അവസ്ഥയിലേക്കായിരിക്കും എത്തിക്കുക എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആതിരയുടെ പ്രശ്നം നമ്മൾ ഓരോ വീഡിയോസിലൊക്കെ കണ്ട ആതിരയ്ക്ക് എന്താണ് പ്രശ്നം, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ആതിര വളരെയധികം സുപരിചിതയായിരുന്നു. എല്ലാവർക്കും തിരുമേനിയെ വളരെയധികം ഇഷ്ടമായിരുന്നു. നമുക്ക് നാട്ടുകാരനായ ഒരു ചേട്ടൻ ഈ വാർത്തയോട് പ്രതികരിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പിംഗ് കണ്ടിട്ട് വരാം. മണിക്കാണ് ഇവിടുന്ന് അമ്പലത്തിൽ പോണത്. ഇത് എന്റെ കുടുംബ ക്ഷേത്രമാണ്. സ്ഥിരമായിട്ട് 5 മണിക്ക് വൈകിട്ടും രാവിലെയും. പിന്നെ അതിനുശേഷം കുട്ടിയും തലയും മാത്രമേ അവിടെ കാണുള്ളൂ. പക്ഷെ ഇവിടെ പരിസരത്തൊക്കെ എപ്പോഴും ആളുണ്ട്. രാവിലെ പുലർച്ചയൊക്കെ ആളുണ്ട്. പക്ഷെ പോറ്റി 11:30-12 മണിക്കകത്തെ തിരിച്ചു വരുള്ളൂ ഉച്ചയ്ക്ക്. കാരണം അവിടുത്തെ പൂജയും ക്ഷേത്രമൊക്കെ അടച്ച് കഴിഞ്ഞ് ഇവിടെ വരും. 11:40 ഇന്ന് വന്നിട്ട് ഇങ്ങോട്ട് കടന്നു പോകുന്നത് ഞാൻ ഈ തയ്യക്കട നടത്തുന്ന ആളാണ്. അപ്പോ ഇങ്ങനെ ഇരുന്ന് എനിക്ക് കാണാം റോഡ് ആരും. പിന്നെ പലതായിട്ട് കാണുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കില്ല. ഈ പ്രതി വന്നത് അതിലെപ്പെട്ടിട്ടില്ല. ഈ ഫോട്ടോ കണ്ടിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല, കണ്ടതായിട്ട് ഒരു ഓർമ്മയില്ല. അങ്ങനെ ഒരു ഓർമ്മയില്ല. വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ എപ്പോഴെങ്കിലും നേരത്തെ ഇതേ കൃഷി അത് അതേക്കുറിച്ച് അറിയില്ല. ഈ വീട്ടിലാരൊക്കെ താമസം? അവിടെ പോറ്റിയും വൈഫും ഒരു മോനും. അവന് 7 വയസ്സേ ഉള്ളൂ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളിൽ 8:40 ഇവിടെ വണ്ടി വരും. കഴക്കൂട്ടത്ത് ജ്യോതി സെൻട്രൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ആ 8:40 വണ്ടിയിൽ അതിനെ കയറ്റി വിട്ടിട്ടാണ് ഈ കുട്ടി അങ്ങ് പോണത്. അതിനുശേഷം സംഭവിച്ചിരിക്കാം ഇത്.
എന്ന് ഞാൻ അനുമാനിക്കുന്നു. അവരിവിടെ അല്ല, അവര് വെഞ്ഞാറമൂടാണ്. അവരെ വിളിച്ചു വരുത്തി. പിന്നെ അവര് 1 മണിക്കൂർ ഈ സംഭവം പോറ്റി വന്ന് പറഞ്ഞതിന് ശേഷം അപ്പോഴും 11:45 അതിന് ശേഷം അവരെ വിളിച്ചു പറഞ്ഞ് അവര് 12-1 മണിക്കകത്ത് ഇവിടെ എത്തി. പോറ്റിയുടെ കുടുംബക്കാരോ അച്ഛനും അമ്മയൊക്കെ അവര് കായംകുളമാണ്. സ്വന്തമായിട്ട് മരണം കൈവരിച്ചു എന്ന് പറയാൻ കാരണം ഈ മരണപ്പെടുന്നതിന് 2 ദിവസം മുമ്പും ഈ ആതിരയുടെ കയ്യിൽ നിന്ന് 2500 രൂപ ഇയാൾ വാങ്ങിയിരുന്നു. അതുപോലെ തൻ്റെ കൂടെ വരാൻ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആതിര തൻ്റെ ഭർത്താവായ തിരുമേനിയോട് പറയുകയും ചെയ്തു, തനിക്ക് വധഭീഷണി ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ആതിരയുടെ ഈ ഒരു ക്യാരക്ടർ അറിഞ്ഞിട്ട് കൂടി ആ തിരുമേനി അത് സഹിച്ച് കൂടെ നിർത്തിയില്ലേ ആ ഹസ്ബൻഡ്, ആ വൈഫിനെ. അപ്പോൾ ആ ഒരു ഹസ്ബൻഡിനെ നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ആ അദ്ദേഹത്തെ കളഞ്ഞിട്ട് ഇതുപോലൊരു ഫ്രോഡിൻ്റെ കൂടെ പോകാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഇയാൾ കൊല്ലം ദളവാപുരം സ്വദേശിയാണ്. ഇയാൾ ദളവാപുരത്ത് അറിയപ്പെടുന്ന കള്ളൻ രാജു എന്നാണെന്നും അതുപോലെ തന്നെ എറണാകുളത്ത് ഇയാളെ സൈക്കോ ഔസേപ്പ് ആണെന്നും അറിയപ്പെടുന്നു. ഇയാളെ നമ്മളെ ചിങ്ങവനം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ചിങ്ങവനം പോലീസുകാർ 2 ദിവസത്തെ കഷ്ടപ്പാടുള്ളവരെ അയാളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ഇയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയി. അങ്ങനെ നാടകീയ മുഹൂർത്തങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ പ്രീ പ്ലാൻഡ് മർഡർ ആയിരുന്നു അത്. കാര്യം ഈ കൊല്ലപ്പെടുന്നതിന് മുമ്പ് 3 ദിവസം മുമ്പേ തന്നെ വന്നു നമ്മുടെ ആതിരയുടെ പരിസര സ്ഥലത്ത് വന്ന് താമസിക്കുകയും റൂം എടുക്കുകയും ചെയ്യുകയായിരുന്നു. ഈ നമ്മുടെ തിരുമേനി ഈ കൊല്ലപ്പെടുന്നതിന് അന്ന് തന്നെ തിരുമേനി പുറത്തു പോയതിന് ശേഷം ഇവർ ഫോണിൽ ബന്ധപ്പെടുകയും തിരുമേനി ഇല്ലാന്ന് ഉറപ്പാക്കി വീട്ടിലേക്ക് ആ ഒരു ഇതൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ആ ഒരു ബാക്ക് സൈഡിലുള്ള ഡോറിലൂടെ അകത്ത് കിടക്കുന്നു, വീടിൻ്റെ ബാക്ക് വഴി അകത്ത് കിടക്കുന്നു. ഇതിനകത്ത് ഏറ്റവും നിർഭാഗ്യവശാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ലൈംഗിക ബന്ധം നടത്തിയതിന് ശേഷമാണ്, ഏർപ്പെട്ടതിന് ശേഷമാണ് ഇയാൾ ആ അതിരെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അയാൾ അത്രമാത്രം സൈക്കോ ആണെന്ന് ആലോചിച്ച് നോക്കേ. തൻ്റെ കൂടെ വരാൻ ആവശ്യപ്പെട്ടപ്പോൾ വരില്ല എന്ന് പറഞ്ഞ ആതിരയെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇയാൾ. അപ്പോൾ ഈ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി ജോൺസൺ എന്ന വ്യക്തിയെ ആതിര സ്നേഹിക്കുകയല്ലായിരുന്നോ ചെയ്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിച്ചത്. തൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് വരാൻ പറ്റില്ല എന്ന് പറയുന്ന ആതിര എന്തിനു മുന്നേ ഇങ്ങനൊരു കാര്യത്തിൽ തുനിഞ്ഞു? നമുക്ക് എന്തായാലും അതിൻ്റെ വാർത്താ വിശദാംശങ്ങൾ കുറച്ച് കേട്ടിട്ട് വരാം. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിന് 5 ദിവസം മുമ്പ് മുതൽ പെരുമാതുറയിലെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു പ്രതി ജോൺസൺ. കൊലയ്ക്ക് ശേഷം ആതിരയുടെ സ്കൂട്ടറിലാണ് ഇയാൾ കടന്നു കളഞ്ഞത്. പിന്നീട് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി സ്കൂട്ടർ അവിടെ ഉപേക്ഷിച്ച് ട്രെയിനിൽ കയറി പോവുകയായിരുന്നു. കൊലപാതകത്തിന് 3 ദിവസം മുമ്പ് ജോൺസൺ യുവതിയിൽ നിന്ന് 2500 രൂപ വാങ്ങിയിരുന്നു. സംഭവ ദിവസം പ്രതി കത്തിയുമായി പോകുന്നതിന്റെ ദൃശ്യവും പോലീസിന് ലഭിച്ചിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ജോൺസന് 10,000-ഓളം ഫോളോവേഴ്സ് ഉണ്ട്. ചെല്ലാനം സ്വദേശിനെ വിവാഹം കഴിച്ച് അവിടെ താമസിച്ചിരുന്ന ഇയാൾ 5 വർഷം മുമ്പ് വിവാഹമോചനം നേടിയിരുന്നു. ജന്മനാടായ ദളവാപുരത്ത് കള്ളൻ രാജു എന്ന വിളിപ്പേരുണ്ടായിരുന്ന ജോൺസൺ ചെല്ലാനത്ത് അറിയപ്പെട്ടിരുന്നത് സൈക്കോ ഔസേപ്പ് എന്ന വട്ടപ്പേരിലാണ്. ജോൺസണിൽ നിന്ന് ഭീഷണിയുള്ളതായി ആതിര പറഞ്ഞിരുന്നതായാണ് ഭർത്താവ് പോലീസിന് നൽകിയ മൊഴി. ജോൺസന്റെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ നാടകീയമായ മുഹൂർത്തങ്ങളാണ് ഇയാളെ പിടിക്കപ്പെടാനായിട്ട് ചെന്ന സമയത്ത് അവിടെ അടങ്ങിയേറിയത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ജോൺസൺ ഒളിവിൽ കഴിയുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു ചിങ്ങവനം പോലീസിന്റെ പരിശോധന. ഹോം നേഴ്സായി ജോലിയിൽ പ്രവേശിച്ച ഇവിടെ പോലീസ് എത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്തിയിരുന്നില്ല. തുടർന്ന് കുറിച്ചി പഞ്ചായത്ത് ഓഫീസിന് സമീപം റോഡിലൂടെ നടന്നു വരികയായിരുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിഷം കഴിച്ചതായി ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തി. തുടർന്ന് പോലീസ് സംഘം ജോൺസനെ കോട്ടയം ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പ്രതി കുറ്റസമ്മതം നടത്തിയതായാണ് പോലീസ് നൽകുന്ന വിവരം. ശേഷമായിരുന്നു കൊലപാതകം. 1 വർഷത്തോളം ഇവരുടെ ബന്ധം നീണ്ടു. ഇരുവരും ഒരുമിച്ച് പലയിടങ്ങളിലായി യാത്ര ചെയ്തു. സ്വകാര്യ നിമിഷങ്ങളിലെ ചിത്രങ്ങൾ പകർത്തി യുവതിയിൽ നിന്ന് ജോൺസൺ പണം തട്ടിയെടുത്തിരുന്നു. പൂജാരിയായ ഭർത്താവിനെയും 2ാം ക്ലാസ്സുകാരൻ മകനെയും ഒഴിവാക്കി ഒപ്പം ചെല്ലണമെന്ന് പ്രതി ആവശ്യപ്പെട്ടത് നിരസിച്ചതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് ആതിര മരണപ്പെട്ട് കിടക്കുന്ന ആ ഒരു അവസ്ഥ ആദ്യമായി കാണുന്നത് നമ്മുടെ തിരുമേനിയാണ്. നിങ്ങൾക്ക് വാർത്തകളിലൂടെ മനസ്സിലായി കാണും. 11:45 തിരുമേനി തിരിച്ചെത്തിയ സമയത്താണ് തൻ്റെ ഭാര്യ മരണപ്പെട്ട അവസ്ഥയിൽ ബെഡ്റൂമിൽ കിടക്കുന്നതായി കാണപ്പെടുന്നത്. അദ്ദേഹം അപ്പോൾ തന്നെ പരിസരവാസികളെ അറിയിക്കുന്നു. ഈ ആതിരയുടെ വീട്ടുകാർ വെഞ്ഞാറമൂട് സ്ഥലത്തും
തിരുമേനി കായംകുളം അവിടെയാണ്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് ആതിരയുടെ പേരൻസൊക്കെ വീട്ടിലെത്തിയത്. അപ്പം നാട്ടുകാരോട് എന്താണ് ഈ ഇൻസിഡൻറ്റ് കാര്യം പറഞ്ഞത്. അപ്പം നമുക്കൊരു കാര്യമില്ല, ഇന്നലെ വരെ കണ്ടാലേ ഇന്നലെ അല്ല അന്നും വരെ കുട്ടിയെ കൊണ്ടാക്കാൻ ബസ് സ്റ്റോപ്പിൽ 8:40 ബസ്സിൽ കുഞ്ഞിനെ ആക്കാനായിട്ട് വന്ന് നിന്ന ആതിര തിരിച്ചു കയറി പോകുന്നതും പരിസരവാസികൾ കണ്ടു, സംസാരിച്ചു. അപ്പം ആതിരയ്ക്ക് ഇങ്ങനെ ഒരു അവിഹിത ബന്ധം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ മൂക്കത്ത് വരൽ വെച്ചു, ഇങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ ചുമ്മാതാണെന്ന്. അങ്ങനെയാണ് ആ ഒരു കാരണത്തുകൊണ്ടാണ് എല്ലാവരും തിരുമേനിയിലേക്ക് വിരൽ ചൂണ്ടിയത്. പാവപ്പെട്ട തിരുമേനിയാണ് ഇങ്ങനെ ചെയ്തതെന്നതൊക്കെ കാര്യം ആതിരയ്ക്ക് ഇങ്ങനൊരു സ്വഭാവ ദൂഷ്യമുണ്ടെന്ന് ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിലെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ദിവസം മുന്നേ തന്നെ ആതിരയുടെ അമ്മയെ വിളിച്ച് ജോൺസൺ സംസാരിച്ചിരുന്നു എന്നും തൻ്റെ മകളെ അയാളുടെ കൂടെ പറഞ്ഞു വിടണമെന്നും ആവശ്യപ്പെട്ടു എന്നുള്ള മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. ഇത് എത്രമാത്രം ശരിയുണ്ടെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇയാൾ പറയുന്നത് താൻ അത്രമാത്രം ആതിരയെ സ്നേഹിക്കുന്നു എന്നും അപ്പോൾ ആതിര തൻ്റെ കൂടെ ജീവിക്കാൻ വരണമെന്നുമാണ് ഇയാളുടെ ആവശ്യം. പക്ഷേ ആതിര പറയുന്നത് തൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് വരില്ല എന്നാണ്. ഈ ആതിരയുടെ അവിഹിതബന്ധം പത്രക്കാർ പറയുന്ന സമയത്ത് നാട്ടുകാരിയെ ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല, ഞങ്ങളിവിടെ ഉള്ളവരാണ്, ഞങ്ങൾ ഇന്നും കണ്ടതാണ് ആ കുട്ടി തിരുമേനിയുമായിട്ട് വളരെയധികം സ്നേഹത്തിൽ ജീവിക്കുന്ന കുടുംബമാണ് എന്ന് പറയുന്ന നാട്ടുകാരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നതിൽ. ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ ഒരു ചതിക്കുഴി തന്നെയാണ് അല്ലേ. ഇൻസ്റ്റാഗ്രാമിലെ റീൽസിലൂടെ ഹീറോയെ കണ്ട് ഇഷ്ടപ്പെട്ട് എന്താ പറയുന്നത്, തന്നെ ഫുള്ള് മൊത്തത്തിൽ അയാൾക്ക് കാഴ്ചവെക്കുക. അതായത് ഇൻസ്റ്റാഗ്രാമിലുള്ള ന്യൂഡ് ഫോട്ടോസൊക്കെ അയാൾക്ക് അയച്ചു കൊടുത്ത് അതൊക്കെ വെച്ചിട്ടാണ് അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസയൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. ഈ തന്നിൽ നിന്ന് ഇങ്ങനെ പൈസയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നപ്പോഴെങ്കിലും തിരിച്ചറിയണമായിരുന്നു ഇയാൾ ഫേക്കാണ്, ഇയാൾ കൊള്ളില്ല, ഇയാൾ മോശമാണെന്നുള്ളത് മനസ്സിലാക്കി ഒഴിഞ്ഞു മാറുന്നതിന് പകരം ഒരുപാട് അങ്ങേയറ്റം എക്സ്ട്രീം ലെവലായ സമയത്ത് അയാൾ കൂടെ വിളിച്ച സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഇയാളൊക്കെ ഡ്രഗ്സൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇവർക്കൊന്നും തിരിച്ചും മറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അയാൾ സൈക്കോ എന്നാണ് അയാളുടെ ഒരു വിളിപ്പേര് തന്നെ, നിങ്ങൾ കേട്ടല്ലോ അത്. അപ്പോൾ അങ്ങനെ ഒരു പേരുള്ള അയാൾ വേറൊന്നും തീരുമാനിച്ചില്ല. അയാൾ അതിനെ കാണാൻ വന്നപ്പോൾ കത്തിയുമായി എത്തി, കത്തി ബെഡിനടിയിൽ വെച്ചു. എല്ലാം കഴിഞ്ഞ ശേഷം അയാൾ കൊലപ്പെടുത്തിയിട്ട് മാത്രമല്ല, അയാൾ അവിടുന്ന് ആതിരയുടെ സ്കൂട്ടർ എടുത്തിട്ട് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഉപേക്ഷിച്ച് ട്രെയിനിൽ കയറിപ്പോയി. കോട്ടയത്തൊരിടത്ത് ഒരു ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാളെ പിടികൂടിയത്. പക്ഷേ ഹാറ്റ്സ് ഓഫ്, നമ്മൾ എന്താ പറയണ്ടേ, നമ്മുടെ പോലീസിനൊക്കെ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി അവർ വളരെയധികം പണികളെടുത്ത് ഇയാളെ പിടിച്ചു. കാര്യം അത്രമാത്രം ഇവർ തമ്മിലുള്ള ഇൻസ്റ്റാഗ്രാം ചാറ്റും എല്ലാം പോലീസിന് തെളിവുകളായി ലഭിച്ചിരുന്നു. പാവപ്പെട്ട തിരുമേനിയാണ് ആദ്യമേ എല്ലാവരും കൈ ചൂണ്ടിയത്. അതുമാത്രമാണ് ഒരു വേദനയുള്ളത്. പക്ഷേ ആ കുഞ്ഞിൻ്റെ അവസ്ഥ, ഒരു കുഞ്ഞിന് അമ്മയില്ലാതൊക്കെ വളരുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണല്ലേ. പക്ഷേ ആതിര ഈ വിധി അർഹിക്കുന്നത് തന്നെയാണ് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അതിനെ അങ്ങനെയാണ് പറയുന്നത്. ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷവും വീണ്ടും ആ ബന്ധം തുടർന്ന് തന്നെ തെറ്റി. ഒരബദ്ധം പറ്റി, മനുഷ്യരാണ്, ആർക്കും ഒരബദ്ധം പറ്റാം. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇതിനൊക്കെ സംഭവിക്കുന്നതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയാവോ? നമ്മൾ ഒറ്റപ്പെടുകയാണ് എന്നൊരു ചിന്ത ഉണ്ടാകുമ്പോൾ, ഞാനൊരു ഇതിൽ കണ്ടതാണ് കേട്ടോ. കാര്യം ഭർത്താവിൽ നിന്ന് താൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്നുള്ള തോന്നൽ ഉണ്ടാകുന്ന സമയത്ത് തനിക്ക് അതിനെക്കാട്ടിയും കെയർ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടികൾ അങ്ങോട്ട് ചായുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ചായുന്ന സമയത്ത് തന്നെ എന്താണ് ഇവരുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കണം. കാര്യം ഫിസിക്കലായിട്ടുള്ള ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ പൈസ അടിച്ചു മാറ്റൽ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ മാത്രമല്ല, അങ്ങനെ ചെയ്യാൻ പോലും പാടില്ല. പക്ഷെ അങ്ങനെ ഒരു ചെറിയൊരു റിലാക്സേഷൻ ആഗ്രഹിച്ച് പോയൊരു കുട്ടിയാണ് ഈ ആതിര. അപ്പം തൻ്റെ ഹസ്ബൻഡിൻ്റെ സമയമില്ല, തന്നെ നോക്കാനും ശ്രദ്ധിക്കാനും സമയമില്ല എന്നുള്ള പരാതി ആയിരിക്കാം ഇങ്ങനെ അതിനെ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചത്. പക്ഷേ അത് അവളുടെ ജീവൻ പോലും തിരിച്ചത്. അപ്പോൾ ഇതൊരു പാഠമാണ് എല്ലാവർക്കും. അല്പസുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് വഴിതെളിക്കും. ഇപ്പോൾ ആതിരയ്ക്ക് സംഭവിച്ചത് ആതിര അർഹിക്കുന്ന ഒരു വിധി തന്നെയാണ്. കാര്യം സ്വന്തമായിട്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മരണം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഈ വിധി ആതിരയ്ക്ക് ഇങ്ങനെ സംഭവിക്കേണ്ടതില്ലായിരുന്നോ? മീൻസ് ആതിര അല്ലേ ഇതിനകത്ത് തെറ്റുകാരി, അതോ അത് പാവം തിരുമേനിയാണോ? ജോൺസൺ എന്ന് പറയുന്നത് ഫ്രോഡാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും അവനോടൊപ്പമുള്ള ബന്ധം തുടർന്നത് തെറ്റല്ലേ? ഒരബദ്ധം പറ്റി, ഓക്കെ, ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു, മനസ്സാണ് ഇൻഫാക്ച്വേഷൻ സംഭവിച്ചു, ഓക്കെ, അത് സംഭവിച്ചു. അപ്പോൾ അത് അവനിലുള്ള മിസ്റ്റേക്ക് കണ്ടെത്തിയതിന് ശേഷം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അതിലെ ബ്ലോക്ക് ചെയ്ത് നമ്മുടെ അഡ്രസ്സ്, വീട്ട് നമ്പർ, വീട്ടിൽ വിളിച്ചു വരുത്തുക, അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സെക്ഷൽ റിലേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നതൊക്കെ വളരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതെല്ലാം
ചെയ്ത ഈ വ്യക്തിക്ക് ഈ ഒരു മരണം അനിവാര്യമാണ്. അവർ സ്വന്തമായിട്ട് ഏറ്റുവാങ്ങിയ മരണമാണ്. അതിൽ വളരെ ദുഃഖകരം ഒന്നുമില്ല. എനിക്ക് ദുഃഖകരം തോന്നുന്നത് ആ കുഞ്ഞിൻ്റെ കാര്യത്തിലും ഒന്നും അറിയാത്ത തിരുമേനിയുടെ കാര്യത്തിലുമാണ് അല്ലേ. അയാൾക്ക് ഒരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമില്ലാതെ ഭാര്യയെ നല്ലതുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാര്യം 4 മണിക്ക് ഉറക്കം എഴുന്നേറ്റ് പോവുക, 12 മണി വരെ അമ്പലത്തിൽ തിരിച്ചെത്തുക, വീണ്ടും 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വീണ്ടും ക്ഷേത്രത്തിൽ പോകുക, വീണ്ടും ഒരു 9-10 മണിയൊക്കെ ആകുന്നിട്ട് ജീവിതത്തിൽ കുറച്ച് 365 ദിവസവും അമ്പലമുണ്ട്, ഒഴിവില്ല അമ്പലത്തിൽ. അത്രയും ദിവസവും തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി ജോലി ചെയ്ത ഇദ്ദേഹത്തിനെ വഞ്ചിച്ചത് വളരെയധികം ലജ്ജാവഹമാണ്. അത് കൂട്ടുനിന്ന നമ്മുടെ ആതിരയുടെ വീട്ടുകാരെ കുറിച്ച് കൂട്ടുനിന്നു എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അറിയില്ല. ഇങ്ങനെ ജോൺസന്റെ മൊഴിയാണ് പറയുന്നത്. അമ്മയെ വിളിച്ചു പറഞ്ഞിരുന്നു എന്നൊക്കെയുള്ള മൊഴി പുറത്തു വരുന്നുണ്ട്. എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല. പക്ഷേ വളരെയധികം ദുഃഖകരം എനിക്ക് ആ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ്. ആതിരയെ ഓർത്ത് എനിക്ക് ഒരു തരത്തിലുള്ള ദുഃഖവുമില്ല. ആതിര ഈ വിധി അർഹിക്കുന്നതാണ്. കാരണം ആതിരയ്ക്ക് എന്തില്ലാഞ്ഞിട്ടാണ് ഇങ്ങനൊരു ബന്ധത്തിലേക്ക് ആതിര തിരഞ്ഞെടുത്തത്. കള്ളു കുടിച്ച് ഉപദ്രവിക്കുന്ന ഹസ്ബൻഡാണോ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട്? തന്നെ നോക്കുന്നില്ലേ? തൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്ന ഒരു മനുഷ്യനല്ലായിരുന്നോ? അയാളെ ഇങ്ങനെ വഞ്ചിച്ചതിന് എല്ലാ ദിവസവും പൂജിക്കുന്ന ആ ദൈവം തന്നെ അവൾക്കുള്ള ശിക്ഷ കൊടുത്തതായിരിക്കാം. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് രൂപത്തിൽ അറിയിക്കുക. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.